ഹലോ ഹായ്, ഞാൻ ഷേബ. എല്ലാ കൂട്ടുകാർക്കും ഷേബാറോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്പെഷ്യൽ മരത്തിൻ്റെ വീഡിയോനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഇതെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മളെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഫർണിച്ചേഴ്സ് തേച്ച് ഉരച്ച് കഴുകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ മരത്തിൻ്റെ ഇലകളായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പോൾ മക്കളെ, ഷേവ പറഞ്ഞ ഈ ചെടി എന്ന് പറഞ്ഞാൽ മരമാണ് കേട്ടോ, ഒരു ട്രീ. ഈ ചെടീൻ്റെ പേര്, മരത്തിൻ്റെ പേരാണ് പാറോത്ത്. ആ പേര് പോലെ തന്നെ അതിൻ്റെ കായാണ് കേട്ടോ ഈ കാണുന്നത്. പേര് പോലെ തന്നെ അത് പരിക്കനാണ്. അതിൻ്റെ ഇല വളരെ പരിക്കനാണ്. ആ ഇല കൊണ്ട് ആ ഇല എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, പഴയ കാലത്ത് മരങ്ങളുടെ ഫർണിച്ചറുണ്ടല്ലോ, പള്ളി തറവാടുകളിലൊക്കെ പത്തായം പോലത്തെ അതൊക്കെ അതുപോലെ കസേരകൾ, അതൊക്കെ നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴുകും. ഇത് ഇല നോക്കൂ, ആ ഇലയിൽ നമുക്ക് അതിൻ്റെ റഫ്നെസ് കാണാം. വളരെ കുറേ ഇലൻ്റെ അടിഭാഗമാണ് കാണിച്ചത്, ഭയങ്കര റഫാണ്. അതുകൊണ്ട് നമ്മൾ ഉരച്ച് കഴുകി വൃത്തിയാക്കി കുറച്ച് സോപ്പോ സാബുനൊക്കെ ഇട്ടിട്ടിങ്ങനെ നല്ലോണം കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും. ഇതാണ് മരം കേട്ടോ. മരം നമുക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ കാണാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇലകൾ കുറച്ച് ചെറുതാണ്, നല്ല ചെറിയ ഇലകളാണ്. ഇതങ്ങനെ ഇലകൾ ചെറുതാണ് എന്ന് പറയാൻ പ്രത്യേക കാരണം, ഇതിനോട് വളരെ സാമ്യമുള്ളതും ഇതിനായിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആവുന്ന ഒരു ചെടി കൂടി ഈ കുടുംബത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകൾ വലുതാണ്, അതുകൊണ്ടാണത് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വഴിയെ അതിനെയും കൂടി കാണിക്കുന്നുണ്ട്, നമുക്ക് പഠിക്കാനും ഒരു കൺഫ്യൂഷൻ, സംശയം തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇത് ഏത് കുടുംബത്തിലാണ് നോക്കാം. ഈ കുടുംബത്തിൻ്റെ പേര് മൊറേഷ്യ എന്നാണ് കേട്ടോ. മൊറേഷ്യ എന്ന് പറഞ്ഞ കുടുംബത്തിലുള്ളത് മരങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള മരങ്ങളാണ് പലതും. അതായത് ഒന്ന് ആൽമരം, പിന്നെ ഇതിനകത്തുള്ള പ്ലാവ് എന്ന് നമ്മൾ പറയുന്ന മരങ്ങൾ, പ്ലാവിൻ്റെ പല ഇനം പ്ലാവുകൾ, ചക്ക ഉണ്ടാകുന്ന പ്ലാവുകൾ, ആൽമരം, പിന്നെ അത്തിമരങ്ങൾ, അതുപോലെ മൾബറി. ഇത്രയും വിഭാഗത്തിൽപ്പെട്ടതൊക്കെ ഇതിനകത്തുണ്ട്. ആ ചെടീൻ്റെ റഫ്നെസ്സാണ് പരിക്കൻ തരം. അതിൻ്റെ അടിഭാഗത്ത്, ഇലയുടെ അടിഭാഗത്താണ് റഫ്നെസ്, അതാണ് ക്ഷേമങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, ചെടിയുടെ അടിഭാഗത്തുള്ള വെയിൻസ് കണ്ടില്ല, അതിങ്ങനെ നല്ലോണം കൃത്യമായിട്ട് കാണാം. നേരിയ ഇച്ചിരി ഒരു ചുവപ്പ് ചായ, ഒരു ചെറുതായിട്ടൊരു ചുവപ്പ് കളറ് കൂടി ആ ഇലക്കുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനോട് വളരെ അടുപ്പമുള്ള വേറൊരു ചെടി കൂടിയുണ്ട്. ഈ പർട്ടിക്കുലർ പാറോത്ത് എന്ന് പറഞ്ഞ ചെടിയുടെ പേര് ഫൈക്കസ് എക്സാസ്പെറേറ്റാണെന്നാണ്. എന്നാൽ ഇതിനോട് വളരെ സാമ്യമുള്ളൊരു ചെടിയുണ്ട് ഇതിൻ്റെ കുടുംബത്തിൽപ്പെട്ട, അത് ഫൈക്കസ് ഹിസ്പിഡ എന്നാണ് പേര്. ഓക്കെ, ഇതിൻ്റെ ഫൈക്കസ് എക്സാസ്പെറേറ്റ നമ്മൾ ഈ പാറോത്തിൻ്റെ ഈ പഴം നമുക്ക് കാണാം. അതായത് ഈ പൂക്കൾ തന്നെ മൂത്ത് കഴിഞ്ഞാൽ പഴമായി മാറുന്നു. അതിനകത്ത് ചെറിയ കുഞ്ഞു പൂക്കളുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനകത്ത് പരാഗണം നടത്താനൊക്കെ ചില ഇനം കടന്നലുകളാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. ഈ മരത്തിന് സത്യത്തിൽ ആൺമരം വേറെയും പെൺമരം വേറെയുമാണ് കേട്ടോ. സത്യത്തിൽ ശരിക്കും ഒരു പെൺമരം, പിന്നെ ആൺമരം എന്നുള്ള ആണിൻ്റെയും പെണ്ണിനും കൂടി സ്വഭാവം കാണിക്കുന്ന ഒരു മരം. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള വിഭാഗമാണ് ഈ ഒരു ഫാമിലിയിലുള്ള പല ചെടികളും. വിത്തിൽ പിന്നെ പരാഗണം നടത്താൻ ഈ കടന്നൽ തന്നെ വന്നേ പറ്റൂ എന്നുള്ള കേസ് വരുന്നുണ്ട്. എന്നാൽ മാത്രമേ പഴം പഴുക്കുള്ളൂ ചില വിഭാഗത്തിലൊക്കെ. രസകരമായ ഒരുപാട് പ്രത്യേകത ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പാറോത്തിൻ്റെ മറ്റ് പ്രത്യേകതകളും കൂടി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ പഴം നമുക്ക് സത്യത്തിൽ, ഈ പാറോത്തിൻ്റെ പഴം നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ കുടുംബത്തിൽപ്പെട്ട അത്തി, അതുപോലെ ഈ നമ്മളെ ആൽമരത്തിൻ്റെയൊക്കെ ഒരുപാട് കിളികൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതുകൊണ്ട് നമ്മൾ പണ്ടൊരു ചൊല്ലി കേട്ടിട്ടുണ്ടാവുമല്ലോ, ആലിങ്കായ് പഴുത്തപ്പോൾ കാക്കക്ക് വായ്പുണ്ണ്. അതായത് ഏത് കാലത്തും ഇതിനകത്ത് കായകളുണ്ടാവും. ഭക്ഷണം കാട്ടിൽ സീസൺ നോക്കാതെ ഈ വിഭാഗത്തിൽപ്പെട്ട മരങ്ങളിൽ പിന്നെ കായ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട്, പഴം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവർക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്.
ഇനി ഇതാ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന മരം ഉണ്ടല്ലോ, ഇതാണ് ഫൈക്കസ് ഹിസ്പിഡ എന്ന് നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഇലകൾ വലുതാണ്, നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റും. ഇത് കുറച്ച് ചെറിയ പ്രായത്തിലുള്ളതാണ്. ഇത് കുറച്ചുകൂടി വലുതായ ഇച്ചിരി കൂടി ഇല ആക്കൻ്റെ സൈസ് കുറയും. എന്നാലും ഇതിൻ്റെ ഇലയുടെ മറ്റേ പാറത്തിൻ്റെ ഇലേൻ്റെ അത്ര സൈസ് ഉണ്ടാവില്ല. ഈ ഇലകൾ കുറച്ചും കൂടി മാംസളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ അല്ലേ. അതുപോലെ തന്നെ ഇതും അടിഭാഗം റഫാണ്, പക്ഷേ മറ്റേതിനെ പോലെ റഫല്ല. അതാണ് ഇതിൽ നിന്ന് നമുക്കറിയേണ്ടത്. നമ്മൾ ഇലയുടെ സൈസ് ഒന്ന് നോക്കാം. ശരിക്കും ആ സൈസ് വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ തണ്ട് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ മുളയുടെയൊക്കെ പോലെ അതിനകത്തൊരു ഹോള് പോലെ കാണാം. ഹോളോ ആണ്, അതായത് പൊള്ളയാണ്, ഉള്ളു പൊള്ളയാണ്, വ്യക്തമായി കാണാൻ പറ്റും. അതാണ് ഈ പാറത്തുകണ്ണി എന്ന് പറഞ്ഞാൽ ഹിസ്പിഡ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ കായക്കും ചില പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കായ കുറച്ചുകൂടി മധുരമുള്ള ടൈപ്പ്, കൂടുതൽ പല ജീവികളും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, പാറത്തുകണ്ണി, അതിൻ്റെ വയലക്ക, അതിൻ്റെ കുറച്ച് വലിയ മരം, ഇലകൾ കുറച്ചുകൂടി ചെറുതായിട്ടായി കാണാൻ പറ്റും. എന്നാലും മറ്റതിൻ്റെ ഇലയുടെ അത്ര സൈസ് വരില്ല. ഇനി നമുക്ക് ഇതിനകത്ത് കാണാനുള്ള ഇതിൻ്റെ കായകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. മറ്റത് പാറത്തിൽ ഓരോ ഭാഗത്ത് ഓരോരോ സിംഗിൾ കായ പോലെയാണ് അധികം നമ്മൾ കണ്ടത്, നേരത്തെ പഴുത്ത് കണ്ടത്. പക്ഷെ ഇതിൽ വ്യത്യാസമുണ്ട്, നോക്കിയാൽ കാണാം. ഇതിന് മുകളിൽ നിന്ന് വേരിറങ്ങുന്ന മുകളിൽ ചില കമ്പുകൾ താഴോട്ട് വന്നിട്ട്, കമ്പ് പോലെ താഴോട്ട് വന്നിട്ട് അതിനകത്ത് ഒരു വടി പോലെ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നിറയെ കായ ഉണ്ടാവും. സീസണാണെങ്കിൽ നിറച്ചും ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് നോക്കിയാൽ സൂക്ഷ്മമായിട്ട് നമ്മൾക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ താഴോട്ട് ഇറങ്ങി വന്നതാണ്, ഒരു തണ്ട് പോലെ മരത്തുനിന്ന് അതിന്മേൽ ഇങ്ങനെ ഓരോ കായകളായിട്ട് ഉണ്ടാകുന്നത് കാണാം. ഇത് കായ കേട് വന്നതാണ്, ഒരു കായ നിൽക്കുന്നത് കാണാം. ഇതുപോലെ താഴെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അതിലിങ്ങനെ കൊലയായിട്ട് കായ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേതിൻ്റെ അത്ര ബ്രൈറ്റായ കളറും ഉണ്ടാവില്ല ഇതിന് പൊതുവെ. രണ്ടിന് ഇല നമ്മൾ സാമ്യം ഒന്ന് താരതമ്യപ്പെടുത്തി വെക്കാം. ഇതിൻ്റെ ചെറിയ ഇലയാണ്, റഫാണ്, കൃത്യമായി കാണാം. മറ്റത് ഇത്രയും റഫ്നെസ് ഇല്ല, കളറിലും കുറച്ചും കൂടി പച്ച നിറമാണ്, വലിയ ഇലയാണ്, കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ പാറത്തിൻ്റെ കുഞ്ഞ് ചെടി കണ്ടാലോ, ഇതാണ് കുഞ്ഞ് പ്രായം കേട്ടോ പാറത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന ചെടീൻ്റെ. ആ പാറത്തിന് ആദ്യം സാധാ ടൈപ്പ് ഇലയാണ്, കണ്ടില്ലേ, ലീഫ് പാറത്തിൻ്റെ. പക്ഷേ ഇത് വലുതായിട്ട് വരുമ്പോൾ ഇലയിൽ ഒരു ഷേപ്പിൽ വ്യത്യാസം വരാനുണ്ടോ, ഒരു കട്ടിങ്, സൈഡിലൊക്കെ ഒരു കട്ടിങ്ങും ഗ്യാപ്പൊക്കെ വരുന്നുണ്ടല്ലേ. ഇത് ഈ കുടുംബത്തിൽ പല ചെടികൾക്കും ഈ പ്രത്യേകത. ഒരേ സമയം ചെടിയിൽ പല പ്രായത്തിൽ പല ടൈപ്പ് ഇല കണ്ടോ. ഇവിടെ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ചെടി നമുക്ക് കാണാം, അതും പാറത്ത് തന്നെയാണ്. ഇലയിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് കാണാം. 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് വേർതിരിഞ്ഞിങ്ങനെ പ്രത്യേക ഷേപ്പായിട്ട് വരുന്നത്. ഇത് ഈ കുടുംബത്തിൽ എട്രോഫില്ലി എന്നൊക്കെ പല ടൈപ്പ് ഇലകൾ, ഓരോ പ്രായത്തിൽ ഓരോ ടൈപ്പ് ഇല. ഇനി ഇത് കഴിഞ്ഞ് വലുതാവുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ സാധാ ടൈപ്പ് ഇലനായി മാറും, ഈ ഇലയായിട്ട് മാറും. ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു പ്രത്യേകതയാണ്. അല്ല പാപ്പാ, എനിക്കൊരു സംശയം. സാധാരണ ഇങ്ങനെ അല്ലല്ലോ വരിക, ആദ്യം ചെറുതാവും പിന്നെ വലുതാവും പിന്നെ ഒന്നും കൂടി വലുപ്പമാവല്ലോ ചെയ്യുക. പക്ഷെ അതിന് പകരം ഇത് ഒന്ന് പിന്നെ ചെറുതാവുകയാണല്ലോ ചെയ്യുന്നത്. അതെന്താ അങ്ങനെ? അതൊരു ഉഗ്രൻ സംശയമാണ് കേട്ടോ. പക്ഷെ അതൊക്കെ പഠിക്കണമെങ്കിൽ അതിൽ പരിണാമം എന്നൊക്കെ പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ജീവികളുണ്ടായി എന്ന് വേറെ വർഗ്ഗങ്ങളായി വേർതിരിനൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സ്റ്റേജിലുള്ളത്. ഇത് സത്യത്തിൽ ഈ കുടുംബത്തിൽ ചില ചെടികൾക്ക് ഇങ്ങനെ മാത്രം ഇങ്ങനെ ഈ വിരൽ പോലെ ഇങ്ങനെ വേർതിരിഞ്ഞ മാറ്റ വിലയുള്ള മരങ്ങളൊക്കെ തന്നെ ഉണ്ട്. കടച്ചക്ക നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് പരിണാമം എന്നൊക്കെ പറഞ്ഞ് വേറെ തന്നെ വലിയ കുറച്ച് ഹയർ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെ പല പ്രത്യേകതകളും പല ചെടികളെ കുടുംബത്തിലുണ്ട്. ഏതായാലും നമ്മൾ ഈ 3 സ്റ്റേജിലെ കുഞ്ഞു പ്രായം, നടുവിലെ പ്രായം, പിന്നെ ഏറ്റവും വലുതായ ട്രീ, ആ 3 ടൈപ്പ് കാര്യങ്ങളൊന്ന് സാമ്യത്തിൽ പരസ്പരം കമ്പയർ ചെയ്തൊന്ന് വെച്ച് നോക്കാം. ആദ്യം ഇപ്പോൾ തൊട്ടത് വലത്തെ ഭാഗത്ത് റൈറ്റിലുള്ളത് കുഞ്ഞു പ്രായത്തിലുള്ള ഇല. പിന്നെ കുറച്ചുകൂടി ചെടി വലുതായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഷെവമോൾ പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള 3ആയി വേർതിരിഞ്ഞ ഇല അടുത്തത്. ഇത് കുഞ്ഞു പ്രായത്തിലുള്ള ചെടി, ഇത് നടുപ്രായത്തിലുള്ള അങ്ങനെയുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പ്. അത് കഴിഞ്ഞ് ഫൈനലി പാറത്തിൻ്റെ ഇല ഇതുപോലെ ഇരിക്കും. അതാണ് 3 ടൈപ്പ്. 3 പ്രായത്തിൽ നമ്മൾ മറിച്ചിട്ട് വെക്കാം. ആദ്യം വലിയൊരു റഫ്നെസ് ഒന്നും ഇല്ല,
എന്നാലും ആ ഒരു റെഡ് കളർ പോലെ ബ്രൗൺ കളർ പോലെ ഇതിന് ശരിക്കും ബ്രൗൺ കളറാണ്. റഫ്നെസ് വന്ന് തുടങ്ങി, അത്യാവശ്യം നല്ലൊരു റഫ്നെസ് ഇട്ട് ഇത് ഫൈനലി ശരിക്കും റഫ്. അതുകൊണ്ട് തന്നെ ഇതിന് സാൻഡ് പേപ്പർ ട്രീ എന്ന് കൂടി പേരുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ കാലത്ത് മരമൊക്കെ നമ്മൾ വരച്ച് റെഡിയാക്കാൻ സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നതിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഇത് സാൻഡ് പേപ്പർ ട്രീ. അതാണ് പാർവത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. Until then, this is Shiva's channel.